ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഗായകനാണ് എം ജി ശ്രീകുമാർ അല്ലേ. അവരും ഭാര്യയും കൂടി ഇങ്ങനെ എവിടെ നിന്നാണ് നടന്നു വരുന്നൊരു സീനാണ് കാണുന്നത്. അതിൽ ആരോ ഒരാൾ പോയിട്ട് തോളിലൂടെ ഇങ്ങനെ കൈയിടുന്നുണ്ട് അല്ലേ. ആ കൈയിടുന്ന സമയത്ത് ഭാര്യ ആ കൈ തട്ടി മാറ്റുന്നുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ ആലോചിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ചില ആളുകളോട് നമുക്ക് പാട്ട് കൊണ്ടും അഭിനയം കൊണ്ടൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇഷ്ടങ്ങളുണ്ടായിരിക്കാം. ഇഷ്ടങ്ങളും അതേപോലെ തന്നെ അതൊരു ബഹുമാനവും ഒക്കെ ആയിട്ട് മാറും. കാരണം നമുക്കിപ്പോൾ ഒരു സിനിമാ നടനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗായകന്മാരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നമുക്കൊരു ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത് പോയി ഫോട്ടോ എടുക്കാനും ഒന്ന് സംസാരിക്കാനും ഒന്ന് അടുത്തിക്കാനൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ചില സമയങ്ങളിൽ ചിലപ്പോൾ തിരക്കുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമുക്കത് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാൾ വന്ന് തോളിലൂടെ ഒന്ന് കൈയിട്ടെന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഞാൻ ആലോചിച്ചൊരു കാര്യം ഇതല്ല കേട്ടോ. ഞാൻ എന്താ ആലോചിച്ചതെന്ന് വെച്ചാൽ, ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ടാണെങ്കിൽ നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്കൊക്കെ എന്താ സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു അപകടം സംഭവിച്ച് എന്താ പറയുക, അദ്ദേഹത്തിന് പറ്റിയൊരു സമയമാണെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് എന്തായാലും അത്യാവശ്യമായിട്ട് വരും അല്ലേ. അപ്പോൾ നമ്മൾ ആരാണ് നമ്മൾ വന്നപ്പോൾ ആ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മളൊന്നും കരുതുന്ന പോലെയല്ല, നമ്മളൊക്കെ പുറത്തിങ്ങനെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞ പോലെ നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയല്ല എല്ലാ മനുഷ്യന്മാരും. അപ്പോൾ എനിക്ക് ആ ഒരു കൈ തോളിലിട്ട സമയത്ത് ഞാൻ അങ്ങനെ മനസ്സിൽ കരുതിയത് എന്താ വെച്ചാൽ, അദ്ദേഹം ഒന്ന് തോളിലിട്ടെന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ആ കൈ തട്ടി മാറ്റിയപ്പോൾ അയാളുടെ മനസ്സ് വേദനിച്ച് കാണും അല്ലേ. കാരണം എല്ലാവരെയും സ്നേഹിക്കുന്നതുകൊണ്ടും ബഹുമാനിക്കുന്നതുകൊണ്ടാണ് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒന്ന് വന്ന് അടുത്ത് നിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിസ്സഹായനായൊരു ജീവി മാത്രമാണ് മനുഷ്യന്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏത് കൊട്ടാരത്ത് താമസിക്കുന്ന ആളാണെങ്കിലും